വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാള സിനിമ ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. താരസംഘടനയായ അമ്മയിലെ അംഗങ്ങൾക്കെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങൾ കാരണം 17-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ടി വന്ന അവസ്ഥയിലാണ് സിനിമാ താരസംഘടന എത്തി നിൽക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ രാജിവെച്ചതോടെ അമ്മയെ നയിക്കാൻ ഇനി ആര് എന്ന ചോദ്യമാണ് പലയിടത്തു നിന്നും ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഊരുതിരിഞ്ഞ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് മുതിർന്ന അഭിനേതാക്കളുടെ കഠിന ശ്രമം. തുടക്കം മുതൽ സംഘടനയ്ക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ഇനി സ്ഥാനത്തേക്ക് വരില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ്. മമ്മൂട്ടിയും എത്തില്ലെന്നാണ് വിവരം. നടൻ പൃഥ്വിരാജിനെ സമീപിച്ചെങ്കിലും തിരക്കുകൾ കാരണം സാധിക്കില്ലെന്നാണത്രേ അദ്ദേഹം പറഞ്ഞതെന്നും വിവരമുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും സ്ത്രീ പ്രസിഡന്റായി വരട്ടെ എന്നുമെല്ലാം ചർച്ചകൾ നടക്കുന്നതിനിടെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നടൻ ദിലീപിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടെന്ന ചില റിപ്പോർട്ടുകളും പുറത്തെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ അമ്മയിൽ നിന്നും പുറത്തുപോയ ദിലീപിനെ മമ്മൂട്ടി ഇപ്പോൾ വിളിച്ചുവെന്നും തിരിച്ചെത്താൻ അറിയിച്ചുവെന്നുമാണ് വിവരം. മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപ് സ്ഥാനത്തേക്ക് എത്തുന്നതിൽ വിയോജിപ്പില്ല. തനിക്ക് പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയും പറഞ്ഞാൽ എല്ലാം മറന്ന് ദിലീപ് തിരിച്ചെത്തുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ദിലീപിന്റെ കേസ് വിസ്താരം എല്ലാം ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാകും. അതിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ 2 മാസങ്ങൾക്ക് ശേഷം അമ്മയിലേക്ക് തിരിച്ചെത്തുന്നതിനോ വോട്ട് തേടുന്നതിനോ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. കുറ്റാരോപിതനായി പുറത്തു നിൽക്കുകയാണെങ്കിലും ദിലീപിന് ഇപ്പോഴും സംഘടനയ്ക്കുള്ളിൽ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും. ദിലീപ് സംഘടനാ തലപ്പത്തിരുന്നപ്പോൾ നിരവധി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അമ്മയുടെ ഇനിയുള്ള നിലനിൽപ്പിന് ദിലീപ് തന്നെ രക്ഷകനായി എത്തേണ്ടി വരുമെന്നുമാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതിനിടെ അമ്മയുടെ നേതൃത്വത്തിലേക്ക് ജഗദീഷും ഉർവശിയും എത്തിയേക്കുമെന്നും വിവരമുണ്ട്. വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് ആരോപണങ്ങളെ ഗൗരവത്തോടെ കാണണമെന്നും ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അമ്മയുടെ മൗനത്തിനെതിരെയും ജഗദീഷ് രംഗത്തെത്തിയിരുന്നു. ജഗദീഷിന്റെ നിലപാടിനോട് അമ്മയിൽ നിരവധി പേർ അനുകൂലിച്ചിരുന്നു. ഉർവശിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പരിഗണിക്കുന്നത്. ഒരു വനിതാ സംഘടനാ തലപ്പത്തേക്ക് വരണമെന്നതിനാലാണ്. ഇത് മാത്രമല്ല, പ്രധാന സ്ഥാനങ്ങളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉൾപ്പെടെ യുവ താരങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നുമാണ് നിർദ്ദേശം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി എന്നിവർക്ക് പിന്തുണയുണ്ട്. സംഘടനാ ഭാരവാഹികൾ അടക്കം അംഗങ്ങളിൽ പലരും ആരോപണത്തിന്റെ നിഴലിൽ ആയതോടെയാണ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചത്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് എന്നിവർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുൻ ഭരണസമിതി അംഗങ്ങളായ ഇടവേള ബാബു, മുകേഷ് എന്നിവരും ആരോപണത്തിന്റെ നിഴലിലാണ്.